മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് അധികം പേർക്കും അറിയില്ല. മേക്കപ്പ് റിമൂവ് ചെയ്യാത്തത് കൊണ്ടാണ് ചില ആൾക്കാർ മേക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിമ്പിൾസ് വന്നു എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നത് കാണല്ലേ. അത് നമ്മൾ മേക്കപ്പ് ക്ലീൻ ചെയ്യുന്നത് പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. കാരണം നമ്മുടെ ഓപ്പൺ പോസിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് കുടുങ്ങി കിടക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അവിടെ ഇങ്ങനെ നമ്മളെ പോസ് അടയുമല്ലോ. അങ്ങനെ വരുന്ന സമയത്താണ് ആ പിമ്പിൾസ് പോലെ വരുന്നത്. മേക്കപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുക. എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് കുഞ്ഞു പോസിനുള്ളിലും ഇതിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് കുടുങ്ങി കിടക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി റിമൂവ് ആയി കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടോണർ യൂസ് ചെയ്യുക. അത് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും കയ്യിൽ വാങ്ങി വെക്കുക. ഈ സാധനങ്ങൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടത് തന്നെത്താനല്ലേ. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഈ പ്രോഡക്ട്സ് നമ്മൾ കയ്യിൽ തന്നെ വാങ്ങി വെക്കുക. നല്ലൊരു ക്ലെൻസർ വാങ്ങി വെക്കുക. അതേപോലെ തന്നെ എക്സ്ഫോളിയേറ്റർ, അത് കഴിഞ്ഞിട്ടൊരു ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിൽ വ്യത്യാസം വരും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ബ്രൈറ്റ് ബോയ് ആയിട്ടുള്ള കുട്ടികളും ഈ 3 സാധനങ്ങൾ കയ്യിൽ വാങ്ങി സൂക്ഷിക്കുക കേട്ടോ.